അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്റെ അടുത്ത് പറഞ്ഞതാണ് തിരിച്ച് ഹോട്ടലിൽ വന്നതിന് ശേഷം അവിടെ നീ ജയിക്കാതിരിക്കാൻ ഉരുളി കമഴ്ത്തിയവര് വരെ ഉണ്ടായിരുന്നു എന്ന്. എന്തായാലും ആ കമഴ്ത്തി ഉരുളി അങ്ങ് ബാലിച്ച്. അനുമോൾക്ക് കപ്പും കിട്ടിയില്ല, അനുമോൾ ജയിച്ചതും ഇല്ല, അനുമോൾക്ക് 42 ലക്ഷം രൂപയും കിട്ടിയില്ല, കാറും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇനി ആ കമഴ്ത്തിയ ആളുടെ ഇരിപ്പ് നമുക്കൊന്ന് നോക്കിയാലോ. ഒരുപാട് സന്തോഷം. ദൈവം എൻ്റെ ഉരുളി മുത്തപ്പ, എൻ്റെ ഉരുളി ഒന്നുപോലും വലിച്ചില്ലല്ലോ എന്നോർത്തിട്ടുള്ള ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ ലക്ഷ്മി പറഞ്ഞ പോലെ തലക്കടിയേറ്റുള്ള ഇരിപ്പ്. പുച്ഛമല്ലായിരുന്നു, സങ്കടപ്പെട്ടിട്ട് തലയ്ക്കൊരു അടി കിട്ടിയ പോലെ ഇരിക്കുന്ന മാതിരി, അങ്ങനത്തെ ഒരു ഈ പുള്ളിക്കാരത്തി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല കേട്ടോ, പണ്ട് തൊട്ടേ ഇങ്ങനായിരുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുത്. ഇപ്പം ഞാനൊരു പെർഫോമൻസ് ബിഗ് ബോസിനകത്ത് കാഴ്ച വെച്ചില്ലെങ്കിൽ, അത് കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനാന്നൊരിക്കലും പറയരുത് അത് അനുമോളാണ്, അനുമോൾ ചെയ്തത് കൊണ്ടാണ്, അനുമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്, അല്ലെങ്കിൽ അനുമോളുടെ PR ആണ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്, അല്ലാതെ എൻ്റെ പെർഫോമൻസിൻ്റെ കുറവ് കൊണ്ടല്ല എന്നുള്ളൊരു കാര്യം പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ആളാണ് ശൈത്യ. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ മൊമെൻറ്റോ വേണ്ട. ഇവരെല്ലാവരെക്കാട്ടും നന്നായിട്ട് പെർഫോം ചെയ്തത് ഞങ്ങളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മൊമെൻറ്റോ വേണ്ട എന്ന് മാത്രമല്ല, അവിടെയുള്ള ഫസ്റ്റിന് അർഹയായിട്ടുള്ള അല്ലെങ്കിൽ അത് ലഭിച്ച ആ കുട്ടിയെയും അമ്മയും പോലും വെറുതെ വിട്ടില്ല. അവരുടെ കുറ്റം പറച്ചിലായിരുന്നു ഇവരുടെ മെയിൻ. അപ്പോൾ പിന്നെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിൽ ഔട്ടായിട്ട് അതിൽ ജയിക്കുമ്പോൾ അനുമോളുടെ അടുത്ത് കാണിക്കുന്ന ചില്ലറ കാര്യം വല്ലതുമാണോ? നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പം ചേച്ചിയാണെങ്കിലും നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങോട്ട് നമ്മുടെയൊക്കെ കുറെ പൈസയൊക്കെ പോകും. നമ്മൾ സബ് ജില്ലയിൽ നന്നായിട്ട് കളിക്കും, ഫസ്റ്റ് കിട്ടും, റവന്യൂവിൽ നന്നായിട്ട് കളിക്കും, നമ്മൾ സ്റ്റേറ്റിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന A ഗ്രേഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് പ്രൈസ് വേണ്ട എന്ന് വെച്ചിട്ട് കൂടെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ കുറ്റം പറയാ, അല്ലെങ്കിൽ മൊത്തം ഗവൺമെന്റിന് കുറ്റം പറയാ, അതൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ റവന്യൂ ഈ അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ല, അതേപോലെയാണ് ശൈത്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതിപ്പം ഈ ബിഗ് ബോസിൽ മാത്രമല്ല, ഇതിന് മുൻപേയും ഇങ്ങനെ തന്നെയായിരുന്നത് ഭാഗ്യം. ഇതിന് മുൻപേയും ഇതുപോലെ ഔട്ടായി, അതുപോലെ കണ്ടസ്റ്റൻസിനെയും ശ്വേതാമേനോനെയും മാർക്കിടാൻ വന്നവരെല്ലാം കുറ്റം പറഞ്ഞു. ഇപ്പോൾ ബിഗ് ബോസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും ഇതൊക്കെ നോട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ, ഇതെല്ലാം അവിടെ നിന്ന് നോട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അനുമോൾ. മത്സരത്തിൽ സ്റ്റേജ് നിൽക്കുവാണെങ്കിലും കൃത്യമായിട്ട് ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. ഇന്നലെ ഈ കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ എന്താ പറയുക, ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. എക്സ്പ്രഷൻ ഉണ്ടായിരുന്ന ആരും മുഖത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടു. ആരുടെയൊക്കെ മുഖത്തായിരുന്നു സന്തോഷം, ആരുടെയൊക്കെ മുഖത്തായിരുന്നു ദേഷ്യവും സങ്കടവും അതേപോലെ അടി കിട്ടിയ അവസ്ഥയും. ഉരുളി കമഴ്ത്തിയത് പാഴായിപ്പോയല്ലോ എന്നോർത്തുള്ള ആ ഒരു ഇരിപ്പുമൊക്കെ ആരുടെ മുഖത്തൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും കണ്ടതാണ്. അപ്പം ശൈത്യ ഇനി ഏതെങ്കിലും പെർഫോമൻസിലൊക്കെ പോകുന്ന ടൈമിൽ ആ ഒരു കളി അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുക. മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതിൽ അസൂയപ്പെടുകയും കുശുമ്പെടുക്കുകയും ചെയ്യാതെ നമുക്ക് എന്താണോ കിട്ടിയത് അതോർത്ത് സന്തോഷിക്കുകയും ചെയ്യണം എന്നതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.